ഇതാണ് എൻ്റെ ടേസ്റ്റി മഷ്റൂം മസാല. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, പക്ഷെ നല്ല മഷ്റൂം കിട്ടണമെന്ന് മാത്രം. അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഒരു മഷ്റൂം ഫ്രൈ എന്ന് പറഞ്ഞാൽ ഒരു മസാല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അതിന് വേണ്ടി ഞാൻ ആദ്യം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം. എന്നിട്ട് അതിലേക്ക് പാൻ ചൂടായപ്പോൾ എപ്പോഴും വെളുത്തുള്ളി, ഇഞ്ചി, ഒരു കഷ്ണം 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി. ഇത് ഞാനൊരു 400 ഗ്രാംസ് ഇല്ല, ഒരു 350 ഗ്രാംസേ ഉള്ളൂ. ബട്ടൺ മഷ്റൂം വെച്ചിട്ടാണ് ഉണ്ടാക്കണം. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. നന്നായി ചെറുതായി മുറിച്ചു, ഇഞ്ചിയും മുറിച്ചു. ഇതിനെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്യണം. നല്ല മണം വരട്ടെ, നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യും. കുറച്ച് ഉള്ളി, ഇത് ഞാൻ 2 ഉള്ളിയും ചേർത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയുണ്ട്, വലിയ ഉള്ളിയുണ്ട്. ചില വലിയ ഉള്ളി തനിച്ചിടുമ്പോൾ ഒരുപാട് മധുരമാവും. ഈ മഷ്റൂമിന് അല്ലെങ്കിൽ തന്നെ അപ്പോൾ ഇത് നന്നായി ഒന്ന് ഒരു 7-8 ചെറിയ ഉള്ളി ഷാലറ്റ്സ്, പിന്നെ ഒരു പകുതി ഓണിയൻ, ഒരു മീഡിയം സൈസിൻ്റെ പകുതി ഓണിയൻ. ഇതിലേക്ക് ഞാനിപ്പോൾ ലേശം ഉപ്പ് ചേർത്താൽ ഇത് നന്നായി ഒന്ന് ഫ്രൈ ആയി കിട്ടും. ലേശം എപ്പോഴും മഷ്റൂമിലൊക്കെ ഉപ്പിടുമ്പോൾ വളരെ സൂക്ഷിക്കണം, വേഗം ഉപ്പ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ സോട്ട് ചെയ്യണം. ഇപ്പോൾ കണ്ടോ, നന്നായി ഒന്ന് സോട്ടായി വന്നു. ഇനി ഞാനിതിലേക്ക് എന്താ ചേർക്കാൻ പോകണമെന്ന് വെച്ചാൽ ഒരു നല്ലോണം പഴുത്ത ടൊമാറ്റോ. ഈ ടൊമാറ്റോയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യട്ടെ. ഈ തക്കാളി ഇപ്പോൾ നന്നായി ഒന്ന് സോട്ടായി വന്നു. അപ്പോൾ അതിലേക്ക് ആദ്യം ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതൊക്കെ കുറച്ച് സിമ്മിൽ വെച്ചിട്ട് ചെയ്യുക. കുറച്ച് എരിവുള്ള മുളക് പൊടി, അത് ഒരു 3/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഒരുപാട് എരിവ് വേണ്ട എന്നുള്ളതിൽ ഇതിൽ കുരുമുളകും ചേർക്കും. അപ്പോൾ ഒരുപാട് എരിവായി പോകരുത്. നല്ലോണം ഒരു ടീസ്പൂൺ ടീസ്പൂൺ കുറച്ചുകൂടി ആഡ് ചെയ്യാം മല്ലിപ്പൊടി. ഇത് നന്നായി ഒന്ന് വറുത്ത് വരണം. അപ്പോൾ ഞാനതിനെ കുറച്ച് നേരം ഒന്ന് ബ്രൗൺ കളറാവണ വരെ, നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് നല്ല മണം വരും. ഇത് ഞാൻ പൊടിച്ച മല്ലിപ്പൊടി ആയതുകൊണ്ട് അതിൽ നിന്ന് നല്ല ഒരു കളറ് വരണം. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് സമയം അതൊന്ന് വറുക്കട്ടെ. ഇപ്പം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ 1 ടീസ്പൂണില്ല 3/4 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത് നോക്കോളൂ, അതും കൂടി ഇടുകയാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ. ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് മല്ലിപ്പൊടി നല്ലോണം ഒന്ന് നല്ല മണം വന്ന ശേഷം വറുത്ത് ഇതെല്ലാം ചേർക്കാൻ. ഇനിയിപ്പോൾ ഞാനിതിൻ്റെ കൂടെ ദിസ് ഇസ് ബട്ടൺ മഷ്റൂം, ഇതാണ് ഞാൻ ചേർക്കണം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി വരട്ടെ കേട്ടോ. ഇപ്പോൾ ഇത് നന്നായി സോട്ടായി. ഈ മഷ്റൂമിനല്ലെങ്കിലും വലിയ വേവില്ല. ഒരു 5 മിനിറ്റ് ഇത് സോട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് നല്ലൊരു ബട്ടൺ മഷ്റൂമാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ്. ലാസ്റ്റായിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂണാണ്, ചെറിയ സ്പൂണിൽ ഇടുക. എന്നിട്ട് ഇതിൽ ശരിക്കും മാംഗോ പൗഡർ ലേശം ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ മാംഗോ പൗഡർ ഇല്ല, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണം, ഞാൻ ലേശം ഓഫ് ചെയ്തിട്ട് ഒരു ലേശം നാരങ്ങ നീര് കുറച്ച് ഇതുകൂടി ഇതിലേക്കുന്നതിന് ഒരു 1/4 ടീസ്പൂൺ കേട്ടോ. ഒരുപാട് പുളിയാവരുത്, തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഫൈനലി എന്താ ചേർക്കാൻ പോണ, നമ്മുടെ ലാവിഷായിട്ട് മല്ലിയില. ഇതാണ് ഇതിൻ്റെ മണം കൊടുക്കുന്നത് കേട്ടോ.
ഓഫ് ചെയ്ത ശേഷം ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഇത് ഉടനെ തന്നെ ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ മണമൊന്നും പോവില്ല. ഇതാണ് എൻ്റെ ടേസ്റ്റി മഷ്റൂം മസാല. ഇത് ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, ഒരു മസാല. വെച്ചാൽ ഇതങ്ങനെ വറുത്തിട്ട് ചെയ്തിരിക്കുകയല്ലോ. എന്നാൽ ദിസ് ഇസ് നോട്ട് എ ഗ്രേവി ടൈപ്പ്, ബട്ട് ദിസ് ഇസ് കോൾഡ് മഷ്റൂം മസാല. അപ്പോൾ ഫ്രണ്ട്സ്, ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റാണ്. മഷ്റൂം ദേഹത്തിന് വളരെ നല്ലതാണ്, നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. ചിലവർക്ക് ഇത് കേനം കൊണ്ടൊക്കെ കഴിക്കാത്തവരുണ്ടാവും. പക്ഷേ ഇത് നമ്മൾ എവിടെ നിന്നാണ് റിലയബിൾ സോഴ്സ് നിന്ന് വാങ്ങിക്കഴിച്ചാൽ ഒരു പ്രശ്നവുമില്ല, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ മഷ്റൂം ഫ്രൈ നല്ലോണം റെഡിയായി, കണ്ടുവല്ലോ ഫ്രണ്ട്സ്. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ. പിന്നെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ? എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ പറയുക. Okay, see you, bye. See you in the next video with a wonderful recipe.